ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായുള്ള സമാധാന കരാറിനുള്ള സാധ്യത അത് വളരെ വിദൂരമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ്? അതിനോടുള്ള അമേരിക്കയുടെ നിലപാട് എങ്ങനെയാണ്? ഈ സമാധാന കരാറിനുള്ള സാധ്യത അതിനി എത്രത്തോളം ആയിരിക്കും? എത്ര കാലം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും? ഇറാൻ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലുള്ള അമേരിക്കൻ ഉപരോധം പിൻവലിക്കണം എന്നുള്ളതാണ്. അമേരിക്കൻ ഉപരോധം തീർച്ചയായിട്ടും ഇറാനിയൻ കപ്പലുകൾക്ക് മാത്രമാണ്. ഇറാന്റെ തീരത്ത് നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾക്കും അതുപോലെ തന്നെ ഇറാനിയൻ തീരത്തേക്ക് വരുന്ന കപ്പലുകളെയും തടയും എന്ന നിലപാടാണ് US എടുത്തിട്ടുള്ളത്. അതിൻ്റെ നടപടികൾ അവർ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈയൊരു സംഭവം അത് ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഉപരോധത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഇറാനിയൻ കപ്പലുകളെ തടയുക എന്നുള്ളത് മാത്രമല്ല, മേഖലയിലൂടെ ഇറാൻ വ്യാപാരം നടത്തിയിരുന്നത് പ്രധാനമായിട്ടും ബിറ്റ്കോയിനിലൂടെയും അതുപോലെ തന്നെ ചൈനീസ് കറൻസിയിലൂടെയുമാണ്. ഇപ്പോൾ ഇത്തരത്തിൽ ഇറാൻ വ്യാപാരം നടത്തുന്നത് അമേരിക്കയുടെ പെട്രോ ഡോളർ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിന് വളരെ വിരുദ്ധമാണ്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ ഇറാൻ മുന്നോട്ട് പോയാൽ അത് പിന്നീട് മറ്റ് പല രാജ്യങ്ങളും ഈയൊരു രീതിയിലേക്ക് വ്യാപാരം നടത്തുമോ എന്നുള്ള ആശങ്ക അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അത് അമേരിക്കയുടെ ഒരു ആധിപത്യത്തെ, ലോകത്തിലുള്ള ഒരു ഡോളറിന്റെ ആധിപത്യത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാം. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി രാജ്യങ്ങളടക്കം ഈ ബിറ്റ്കോയിനിലേക്കും അതുപോലെ തന്നെ മറ്റ് കറൻസികളിലേക്കും മാറാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈയൊരു വ്യാപാരം തടയുക, ഇതിലൂടെ ഈ ചൈനീസ് കറൻസി ആയിട്ടുള്ള യുവാൻ വഴിയും അതുപോലെ ബിറ്റ്കോയിൻ വഴിയുമുള്ള വ്യാപാരം തടയുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇത്തരത്തിൽ ഇറാനിയൻ കപ്പലുകളെ തടയുന്നതിലൂടെ ഇറാന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, ഇറാന്റെ സമീപത്തുള്ള ദ്വീപുകളെ അടക്കം അമേരിക്ക ആക്രമിക്കാനുള്ള സാധ്യതയും ഇത് കാരണം കൂടുതൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിലനിൽക്കുന്നത് കാരണമാണ് ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ പറയുന്നത്. എന്നാൽ ഈ ഉപരോധം ഒരു സമാധാന കരാറിലെത്തിയാൽ മാത്രമേ അവസാനിപ്പിക്കൂ എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇങ്ങനെ അമേരിക്ക കടുപ്പിച്ചതോടെയാണ് ഇറാൻ വീണ്ടും ഹോർമുസ് അടയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നത്. മറ്റൊരു ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങളെ സംബന്ധിച്ച് തന്നെയാണ്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി വ്യക്തമാക്കിയത് ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൾപ്പെടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഈ ഒരു ആണവ വിഷയത്തിൽ ഉൾപ്പെടെ ഇറാൻ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെ ഇറാന് നൽകണമെന്നുള്ള കടുത്ത നിലപാടുമുണ്ട്. ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം വിട്ടുകൊടുക്കാതെയുള്ള ഒരു സമീപനമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു ആശ്വാസം ലെബനനിലുള്ള വെടിനിർത്തലടക്കം ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. മേഖലയിൽ മറ്റ് പുതിയ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഒരു ആശ്വാസജനകം തന്നെയാണ്. പക്ഷേ വാഗ്വാദങ്ങളും സംവാദങ്ങളുമായി ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ഘട്ട സമാധാന ചർച്ച അതിൻ്റെ സാധ്യതകൾ അത് വിദൂരമായി കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് വെടിനിർത്തലിൻ്റെ സമയപരിധിയും അവസാനിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താകും? ആക്രമണങ്ങൾ വീണ്ടും പുനരാരംഭിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഹോർമുസിൻ്റെ സുരക്ഷ എങ്ങനെയാകും? പശ്ചിമേഷ്യയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ വിഷയവും അതും ആശങ്കയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും പ്രവാസികൾ ഉൾപ്പെടെ ഈ ഒരു ചർച്ചയെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ആ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ സുരക്ഷ ഈ ഒരു വിഷയത്തിൽ അടിസ്ഥാനമാക്കിയാണുള്ളത്. ഇപ്പോൾ ലെബനിൽ ഉൾപ്പെടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷം അവിടെ നിന്ന് പാലായനം ചെയ്തു പോയ നിരവധി ജനങ്ങളടക്കം തിരിച്ചെത്തിയിരുന്നു. ഇറാനിലും സാഹചര്യങ്ങൾ സാധാരണ നിലയിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് പുതിയ ഒരു വിവാദങ്ങളും അതുപോലെ ആശങ്കകളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അജയ്, അതുപോലെ തന്നെ ഈ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇറാനുമായ ഒരു അകൽച്ച വേണ്ട എന്ന നിലപാടിലേക്കാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. അതായത് ഇറാനെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുക, അങ്ങനെ ഹോർമുസ് വഴിയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സഞ്ചാരം അത് സുഗമമാക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിലുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യ ഒരിക്കലും ഇതിൽ ഇറാനോട് കടുപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇതിലൊരു പ്രതിഷേധമല്ല ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണെങ്കിലും ഇന്ത്യ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്ക മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇറാനോട് നേരിട്ടുള്ള ഒരു വടംവലി വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് ഇന്ത്യ പോവുകയാണെങ്കിൽ മുൻപ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യയോടുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള നിലപാടുണ്ട്. അതായത് ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യൻ കപ്പലുകൾക്ക് യാത്ര അവർ സുഗമമാക്കി കൊടുക്കുന്നു. അതുപോലെ ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിലും അതുപോലെ തന്നെ LPGയും ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിത താവളമൊരുക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും
ഇപ്പോൾ അവസാനിക്കാൻ പാടില്ല, അത് ഇനിയും തുടർന്ന് വരണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വിഷയത്തിൽ ഒരു ആശങ്ക ഇന്ത്യ ഇറാനെ അറിയിച്ചത്. ഇനി തുടർന്ന് ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു യാത്ര ഉറപ്പാക്കണം, മേഖലയിൽ ഇന്ത്യൻ നാവികരുടെ ആണെങ്കിലും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെ ആണെങ്കിലും സുരക്ഷ അത് ഇറാൻ ഉറപ്പ് നൽകണം എന്ന് മാത്രമാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എന്തായാലും മുഹമ്മദ് ഫത്താലിയോട് ഇന്ത്യ ശക്തമായിട്ടുള്ള നിലപാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം ഇറാനിലെ അധികാരികളെ ധരിപ്പിക്കാനും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യം ഇറാനെ ധരിപ്പിക്കാം എന്ന് തന്നെയാണ് മുഹമ്മദ് ഫത്താലിയും ഉറപ്പ് നൽകിയിട്ടുള്ളത്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.